ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റഡി വ്ളോഗ് ചെയ്തപ്പോൾ അതിന് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പഠിക്കാൻ മോട്ടിവേഷൻ കിട്ടി, ഇനിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തു. ഞാനിപ്പോൾ കറൻ്റ്ലി PM പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെർഫോമൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. എക്സാം വരുന്നത് ജൂൺ 4-നാണ്. അപ്പോൾ നമ്മളൊരു 7:30 ആയപ്പോഴാണ് പഠിക്കാനിരുന്നത്. ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് റെലവൻറ്റ് കോസ്റ്റിംഗ് പഠിക്കണം. അതിൻ്റെ സ്റ്റഡി ഹബിലുള്ള ഒരു 16 ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ആ ക്വസ്റ്റ്യനും ചെയ്യണം. ആക്ച്വലി സ്റ്റഡി വ്ളോഗ്സ് നിങ്ങൾക്ക് കണ്ട് മോട്ടിവേറ്റ് ആവാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് സമാധാനമായിട്ടിരുന്ന് പഠിക്കാനും കൂടിയാണ്. കാരണം ഫോൺ ഈ ട്രൈപോഡിൽ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഫോണിൽ നോക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഡിസ്ട്രാക്റ്റിംഗ് ആണ്. നമ്മളെപ്പോഴും എന്തെങ്കിലും വന്നോ അങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്യാനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത് എൻ്റെ ഒരു ടിപ്പായിട്ട് കൂട്ടിക്കും. നിങ്ങൾ ഫോണൊന്ന് ജസ്റ്റ് ഒരു ട്രൈപോഡിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന ടൈം ലാപ്സിൽ ഇടുക. അപ്പോൾ ഒരുപാട് അങ്ങനെ സ്റ്റോറേജ് പോവില്ല. നമുക്ക് ഇൻ കേസ് ഫോൺ എടുക്കണം എന്ന് തോന്നിയാലും നമ്മൾ എടുക്കില്ല, കാരണം നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യണമല്ലോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ക്ലാസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇതിപ്പോൾ പഠിക്കാൻ പറ്റിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നീട്ടി വെച്ച് പോകും. അപ്പോൾ നിങ്ങൾ ചെറിയ മടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ തുടങ്ങുക. കാരണം ലാസ്റ്റിലേക്ക് വെച്ചാൽ ഇനിയിപ്പോൾ എനിക്ക് പരീക്ഷ അടുത്ത മാസമേ ഉള്ളൂ. ഇപ്പോഴേ ഇതേപോലെ ഓരോ ചാപ്റ്റർ വെച്ച് തുടങ്ങുന്നതുകൊണ്ട് എനിക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും അവർ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിൻ്റെയും എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഏതായാലും റെലവൻറ്റ് കോസ്റ്റ് ഒരു 3-4 പേജൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിരുന്ന് പഠിച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനയ്ക്കണം, കുളിച്ച് ഫ്രഷ് ആവണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്താലേ നമുക്കത് തലയിൽ കയറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാതെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് എടുത്ത് നോക്കേണ്ടി വരും. അതുകൊണ്ട് കാര്യമില്ല, കാരണം നമ്മൾ ബുക്ക് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബുദ്ധിയോ മെമ്മറിയോ ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. നിങ്ങളിപ്പോൾ എൻ്റെ സ്റ്റഡി വ്ളോഗ് കാണുന്നത് 10ാം ക്ലാസ്സോ +2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ പാസ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം പഠിക്കും. ഞാൻ എൻ്റെ 10ലും +2ലൊക്കെ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് പാസ് പേപ്പറാണ്. അല്ലാതെ ഞാനങ്ങനെ നോട്ടുകളായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് എല്ലാത്തിലും നല്ലപോലെ മാർക്ക് ഉണ്ടായിരുന്നു അത്യാവശ്യം. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യണമെന്നുണ്ട്, ടൈം എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ പാസ് പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഒരു 5 കൊല്ലത്തെ എടുക്കുക, എന്നിട്ട് അതങ്ങോട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ മാറ്റി ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ സൈഡ് ക്ലിയർ ആക്കാൻ നോക്കണം. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? പഠിക്കുക. അപ്പോൾ പഠിച്ച് കഴിഞ്ഞിട്ടും മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് വിടുക. അല്ലാതെ പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് 3 മുട്ടയും ഇഡ്ഡലിയും ചട്നിയാണുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിനിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം സ്റ്റഡി ഹബ്ബാണ് ചെയ്യുക. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ തെറ്റുകയാണെങ്കിൽ അവിടെ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ടാവും. അല്ലാതെ പേജ് മറിച്ച് പോവുക അല്ലെങ്കിൽ തപ്പി നടക്കുക ഒന്നും ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകാനും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് പഠിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏത് പേപ്പർ ചെയ്യുന്നവരാണെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റഡി ഹബ്ബ് ചെയ്യാനാണ്. എന്നിട്ട് നമ്മൾ കപ്ലാൻ ചെയ്യും. സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ സ്റ്റഡി ഹബ്ബിൽ. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് തോന്നുകയാണെങ്കിലും അത് മനസ്സിൽ വെക്കരുത്. അപ്പോൾ തന്നെ ക്ലാസ്സിൽ ബുദ്ധിയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവരെ കണ്ടുപിടിക്കുക, അവരോട് ചോദിക്കുക. എനിക്ക് എല്ലാ പേപ്പറിനും ഇതേപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പറഞ്ഞു തരാൻ. അപ്പോൾ ഈ പേപ്പറിലും ഉണ്ട്. ഞാനപ്പോൾ ഡൗട്ട് അയച്ചു കൊടുത്തു, അവരതിൻ്റെ റിപ്ലൈ തരും. കാരണം ഇത് നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആവുകയാണ്. അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണെങ്കിൽ രണ്ടുപേർക്കും എക്സാം പാസ്സാവാം. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒന്നും അങ്ങനെ ഫസ്റ്റ് ട്രയൽ കിട്ടിക്കോണമെന്നില്ല. അങ്ങനെ കിട്ടാനാണെങ്കിൽ പിന്നെ ഒരു ത്രില്ലല്ലോ. അപ്പോൾ ഈ മിസ്റ്റേക്ക് വരുന്ന ക്വസ്റ്റ്യൻ മറ്റുള്ളവരോട് ചോദിക്കുക, അത് പഠിക്കുക, എന്നിട്ട് റീട്രൈ ചെയ്യുക. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ ഈ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് സാവധാനം നമ്മുടെ ഒരു പേസിന് പഠിച്ചു പോയാൽ മതി. കാരണം ഒരു ധൃതിയില്ല, ഒരു മാസം എനിക്ക് പരീക്ഷയ്ക്ക്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്ന് തന്നെ ചെയ്തിരിക്കണം. ഇന്നിപ്പോൾ ഈ 16 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. അതിപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലല്ല, എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ വിചാരിച്ചൊരു കാര്യം എന്നെ കൊണ്ട് ടൈമിൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സുഖം ഉണ്ടാവും. അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. 16 ക്വസ്റ്റ്യനും ഉച്ചയ്ക്ക് മുന്നേ തന്നെ തീർത്തു. അതിൽ 2-3 എണ്ണമൊക്കെയാണ് മിസ്റ്റേക്ക് വന്നത്. അത് 2 എണ്ണം ക്ലിയർ ചെയ്തു. ഒരെണ്ണം പക്ഷേ എനിക്ക് ആൾ പറഞ്ഞു തന്നിട്ട് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ അത് ഞാൻ അങ്ങനെ തെറ്റിച്ചേട്ടനെ വിട്ടു. എനിക്കാണെങ്കിൽ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാരണം എന്നൊക്കെ ഞാൻ പരീക്ഷ കഴിയുമ്പോൾ പറയാം. ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇത്ര ഉണ്ടെങ്കിലും ശരിയാവണത്. ഇത് കുറേയൊക്കെ നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ട് ഉത്തരം കിട്ടിയതൊക്കെ ഉണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല കേട്ടോ, കുറച്ചെണ്ണം ആയിട്ടുള്ളൂ. കണ്ടില്ല, ഇനി സ്റ്റഡി ഹബ്ബ് തന്നെ കുറേ എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ ചാപ്റ്റർ കഴിയുന്നതിൻ്റെ മുന്നേ സ്റ്റഡി ഹബ്ബ് തീർക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. PM ആണെങ്കിൽ കഴിഞ്ഞ സെഷനിൽ ഏറ്റവും കുറവ് പാസ് റേറ്റുള്ള പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. അങ്ങനെ പഠിത്തം കഴിഞ്ഞു. തണ്ണിമത്തനില്ലാതെ എന്ത് വ്ളോഗ്, തണ്ണിമത്തനും എടുത്തിട്ട് വന്നു. പിന്നെ ഒരു വീഡിയോ, മറ്റേ നമ്മുടെ മാക്ബുക്കിൻ്റെ റിവ്യൂ ആയിട്ടുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം കുറച്ച് ഞാൻ റെസ്റ്റ് എടുക്കാൻ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.